നിങ്ങൾ അങ്ങനെ ഒരു കിണറ്റിൽ ഒരാൾ ഇറങ്ങി അയാൾക്ക് വായു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫയർ സർവീസിനെ വിവരം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അവിടെ ഫാൻ കെട്ടി ഇറക്കുവാനും അതുപോലെ തന്നെ ചൂട്ട് കത്തിച്ചിടാനും ഒന്നും ശ്രമിക്കരുത്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ചൂട്ട് കത്തിച്ചിടുകയല്ല ചെയ്യേണ്ടത്. ആദ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബക്കറ്റിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് സാവകാശം അതിൽ ഇറക്കി നോക്കി വായുവിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ആളിനെ ഇറക്കേണ്ടത്. ഇനി അത് അങ്ങനല്ല, ഇറങ്ങിപ്പോയി ഒരാൾക്ക് വായു കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു നടപടി എന്ന് പറയുന്ന ഒരു നല്ലൊരു മരച്ചില്ല വെട്ടിയെടുത്ത് ഒരു കയർ കെട്ടി ആ കിണറ്റിലേക്ക് അതിശക്തമായി താഴേക്കും മുകളിലോട്ടും വലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ വായുവിൽ ചലനം ഉണ്ടാകുകയും അദ്ദേഹത്തിന് വായു കിട്ടുകയും നമ്മളുടെ ഫയർ സർവീസിൽ വന്ന് നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യും. ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വീട്ടമ്മമാർ പലരും ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യുകയും അതിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഈ ഗ്യാസ് ചോർച്ചയും അതുപോലെ തന്നെ തീപിടുത്തത്തിന്റെയും ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്യാത്തതാണ്. പാചകം കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റെഗുലേറ്റർ ഓഫ് ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ വ്യവസായികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കെട്ടിടത്തിന്റെ പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് അത് വേർതിരിച്ച് വെക്കുകയും എല്ലാവിധത്തിലുള്ള അവിടെയുള്ള എക്സിറ്റുകളും അടച്ചു വെക്കുകയും ചെയ്യും. എന്നിട്ട് സാധനങ്ങൾ കുത്തി നിറയ്ക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അത് പാടില്ല. അതിനകത്തേക്ക് നമ്മൾക്ക് വായു സഞ്ചാരം ഉണ്ടാകുന്ന മുറികളായിരിക്കണം. നമുക്ക് അതിനകത്തേക്ക് പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒരു കണക്ഷനിൽ നിന്ന് തന്നെ പല കണക്ഷനിൽ എടുക്കുകയും അശ്രദ്ധമായി വയറിങ്ങുകൾ വലിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് കൂടുതലായിട്ടും നമ്മളുടെ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള തീപിടുത്തത്തിനുള്ള കാരണം. നമ്മൾക്കിപ്പോൾ വേനൽക്കാലമാണ്. നിങ്ങളുടെ വീടുകളിലും കിണറുകൾ മറ്റും വൃത്തിയാക്കുന്ന ഒരു സമയമാണ്. ഈ കിണറുകളിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് മിക്കവാറും ശ്വാസം കിട്ടാതെ വരികയും അവർ ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനൊരു അവസ്ഥയുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു കിണറ്റിൽ ഒരാൾ ഇറങ്ങി അയാൾക്ക് വായു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫയർ സർവീസിനെ വിവരം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അവിടെ ഫാൻ കെട്ടി ഇറക്കുവാനും അതുപോലെ തന്നെ ചൂട്ട് കത്തിച്ചിടാനും ഒന്നും ശ്രമിക്കരുത്. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ചൂട്ട് കത്തിച്ചിടുകയല്ല ചെയ്യേണ്ടത്. ആദ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബക്കറ്റിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് സാവകാശം അതിൽ ഇറക്കി നോക്കി വായുവിന്റെ പ്രസൻസ് ഉണ്ടോ